വിദേശത്തായാലും അല്ല യൂറോപ്പ് രാജ്യങ്ങളിലാണെന്ന് പറഞ്ഞാലും മക്കളുടെയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും ഇവർക്ക് പറ്റാതെ വരും. കാരണം ഒന്നാമത് സമയ വ്യത്യാസമാണ്. മക്കൾ ഫ്രീ ആകുമ്പം അപ്പനും അമ്മയും ഫ്രീ ആവണമെന്നില്ല, അപ്പനും അമ്മയും ഫ്രീ ആകുമ്പോൾ മക്കൾ ഫ്രീ ആവണമെന്നില്ല. സമയ വ്യത്യാസം കാരണം ഇവർക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും പ്രശ്നമായിരിക്കും. ചുമ്മാ ചിലപ്പോൾ ഹായ് ഹൂയ് പറഞ്ഞങ്ങ് പോവും. പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഒറ്റയ്ക്ക് പോയ ഈ സ്ത്രീക്ക് ഈ മനുഷ്യനൊരു വളരെയധികം ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. അയാൾ ഇളക്കി വിളിക്കുകയും ഇവർ കുറേ നേരം സംസാരിക്കുകയും പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പഴയ കൂട്ടുകാരെ പറ്റിയൊക്കെ സംസാരിക്കുകയും ഒരുപാട് അവരുടെ മൈൻഡ് ഒരു റിലീഫ് ആയിക്കൊണ്ടിരുന്നു ഈ മനുഷ്യൻ. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ആ മരണത്തിൽ ഉണ്ടായ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടും ഇയാളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ കുറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കൊക്കെ ഇവർ പുറത്തൊക്കെ പോകും, കുറച്ച് നേരമൊക്കെ പുറത്ത് ബീച്ചിലൊക്കെ പോയിരിക്കും. ഇവരൊരു സിറ്റിയിലാണ് താമസിക്കുന്നത്. ഇവർക്കിടയിൽ ഈ പ്രായത്തിൻ്റെ ആണെന്ന് പറഞ്ഞാലും ഇവർക്കിടയിൽ ഒരു സ്നേഹബന്ധമൊന്നും പൊട്ടി മുളച്ചിട്ടൊന്നുമില്ല. ഒരു നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം ഈ മനുഷ്യൻ വളരെ ഗ്ലൂമിയാണ് കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് ഈ സ്ത്രീക്ക് തോന്നി. അപ്പോൾ അവർ കാരണം അന്വേഷിച്ചപ്പം ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വെച്ചിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന് അയാൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. കാരണം അത് ആ പൈസ കണ്ടെത്താൻ അയാൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അയാൾ ആകപ്പാടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ചോദിച്ചു എത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, എത്ര രൂപ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു 75 ലക്ഷം രൂപ ഇയാൾക്ക് ആവശ്യമുണ്ട്. അപ്പം ഈ 75 ലക്ഷം